രാമായണത്തിലെ അഹല്യാമോക്ഷത്തിൽ ഇന്ദ്രനും അഹല്യയും തമ്മിലുള്ള സമാഗമം നമ്മുടെ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലും വാൽമീകി രാമായണത്തിലും രണ്ട് വിധത്തിലാണ് അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അധ്യാത്മരാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്താണ്? സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയതേരം അന്തരാപുക്കാനുട ജാന്തരേ പരവശാൽ സുത്രാമാവഹല്യെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു കാണായി വന്നു വൃത്രാരാധിക്ക് മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായ എത്രയും വേപതു പൂണ്ടു നിന്നാൻ തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട ദിഗോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നിന്നില്ലാരാകുന്നതെന്തി ദുഷ്ടാത്മാവേ വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്തുമേലും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്ദ്രൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്കിങ്ങനെ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. ഉടനെ എന്നെ ശപിച്ചു. സഹസ്രഭകനായി ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം എന്നും പറഞ്ഞു. അകത്ത് ചെന്നപ്പം ഇത് അഹല്യാദേവി അങ്ങനെ വേപതു കൊണ്ട് വിഷമിച്ച് നിൽക്കുന്ന കണ്ടു. ഉടനെ തന്നെ പറഞ്ഞ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാരം. അതുകൊണ്ട് നീയെ ഒരു കാര്യം ചെയ്യണം, നീഹാര തപവായു വസ്ത്രാദികളും സഹിച്ച ആഹാരാദികളെന്നും കൂടാതെ ദിവാരാത്രം ഇവിടെ കഴിയണം. പല ദിവ്യ സംവത്സരം കഴിയുമ്പോൾ ദാശരഥി ഇതിലേ വരുന്ന സമയത്ത് നിനക്ക് ശാപമോക്ഷം കിട്ടും എന്ന് പറയുന്നു. അതേസമയം നമ്മുടെ വാൽമീകി രാമായണത്തിൽ പറയുന്ന കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം അത് മഹാമുനി അവിടെ ഇല്ലാത്ത സമയത്ത് തന്നെ ഇന്ദ്രൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അഹല്യയോട് പറഞ്ഞു, ഞാൻ എത്ര കാലമായി ആഗ്രഹിച്ചിരിക്കുന്നതാണെന്നറിയാമോ? എത്രയോ നാളുകളായിട്ട് ഇങ്ങനെയൊരു സന്ദർഭം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ഉടനെ തന്നെ അഹല്യയും പറഞ്ഞു, എനിക്കും താല്പര്യക്കുറവൊന്നുമില്ല, എനിക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. അത് കഴിഞ്ഞു. സമാഗമം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം നമ്മുടെ ഇന്ദ്രനോട് അഹല്യയാണ് പറയുന്നത്, നമുക്ക് ഉടനെ തന്നെ അങ്ങ് പൊക്കോളൂ, മഹർഷി വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും പിന്നെ ജീവിതമില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ പോകുന്നതിന് മുമ്പ് തന്നെ മഹർഷി എത്തി. മഹർഷി ഇന്ദ്രനെ ശപിക്കുന്നതും വേറെയാണ്. വൃഷണങ്ങളില്ലാത്തവനാകട്ടെ എന്ന് ശപിച്ചു. വൃഷണങ്ങൾ പോയി, അത് പിന്നെ ആടിൻ്റെത് എടുത്ത് വച്ചു എന്നൊക്കെയുള്ള വേറൊരു കഥയുണ്ട്. എന്നിട്ട് നമ്മുടെ മഹർഷി ഗൗതമ മഹർഷി എന്നിട്ട് നേരെ ഹിമവത്സാനുക്കളിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഇങ്ങനെ നീ രാമസ്പർശമേറ്റ് പരിശുദ്ധയായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്രകാരം നമ്മുടെ വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും കൂടി ആശ്രമത്തിലെത്തി. ഈ ആശ്രമം നമ്മുടെ മിഥിലയുടെ സമീപത്തുള്ള ഒരു ആശ്രമമാണ്, പഴയൊരാശ്രമം. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ കഥയൊക്കെ നമ്മുടെ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുത്തപ്പോൾ രാമോഹമെന്ന് പറഞ്ഞ് ആമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായൊരഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. അങ്ങനെ അഹല്യാസ്തുതി ഗംഭീരമായിട്ടുള്ള സ്തുതിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞു. അങ്ങനെ പരിശുദ്ധയായിട്ട് വന്ന് ആ സ്ത്രീരത്നത്തെ ഉടനെ തന്നെ രാമനെ പ്രദക്ഷിണം ചെയ്ത് കൈകൂപ്പി വീണ്ടും ഗൗതമ മഹർഷിയോടുകൂടി ഒന്നിച്ച് ജീവിച്ചു. അതാണ് നമ്മുടെ അഹല്യാമോക്ഷം.